ഇന്ന് ഞാൻ എൻ്റെ ഒരു ബിർക്കിൻ പ്ലാന്റിനെ റീപോർട്ട് ചെയ്തു. അതൊരു ചെറിയ പ്ലാന്റ് വളർന്ന് വലുതായി, പക്ഷേ അതൊരു ചെറിയ പോട്ടിലാണെന്നുള്ളത്. അപ്പം അതിന് ശരിക്കും വളരാനാകുന്നില്ല. ഫിലാഡെൻഡ്രോണിൽ പെട്ടതാണ് ഈ ബിർക്കിൻ പ്ലാന്റ്. ഞാൻ അതിലും കൂടി കുറച്ച് വലിയൊരു പോട്ട് എടുത്ത് നല്ലൊരു പോട്ടി മിക്സ് തയ്യാറാക്കി വെച്ച് അതിലേക്ക് ആ ചെടീനെ ഞാൻ എടുത്ത് വെച്ചു. കുറച്ച് വലിപ്പം മാറ്റി വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല വലിപ്പമുള്ളൊരു ചെടിയാണത്. അപ്പോൾ ആ ചെറിയ പോട്ടിലത് തിങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അതിന് വളരാണ്ട്. ആ പുറത്തേക്ക് വന്ന വേരെല്ലാം കട്ട് ചെയ്ത് അതിനെ മാറ്റി വെച്ചു. പിന്നെ ഞാൻ ചെയ്തത്, ഞാൻ കുറച്ച് ക്രോട്ടൺ പ്ലാന്റിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിന്. ഇത് ഏകദേശം ഒരു 1-2 മാസത്തോളമായി ഇതിങ്ങനെ വെള്ളത്തിൽ വെച്ചിട്ട്. അപ്പോഴാണ് ഇതിന് നല്ല തിക്കായിട്ട് ഇങ്ങനെ വേര് വന്നിട്ടുണ്ട്, എല്ലാ കമ്പിനും വേര് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വെള്ളത്തിൽ നിന്ന് അതിനെ എടുത്തിട്ട് ഇതേപോലെ ഒരു പോട്ടി മിക്സാക്കി ഞാൻ അതിനെ നട്ട് വെച്ചു. അപ്പോൾ അങ്ങനെ നട്ട് വെച്ചാൽ നമുക്കത് നല്ല വെയിലെല്ലാം നല്ല പോലെ അതിന് കിട്ടിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ ഇലേൻ്റെ കളറ് നല്ല പോലെ കൂടി വരും. ക്രോട്ടൺ പ്ലാന്റ്സിൻ്റെ പ്രത്യേകതയാണ് അതിന് നല്ല സൂര്യപ്രകാശം വേണമെന്ന്. അപ്പോൾ സൂര്യപ്രകാശം കിട്ടുന്നതനുസരിച്ചിട്ട് ആ ഇലക്ക് നല്ല കളറിങ്ങനെ മാറി മാറി വരും. ഇപ്പം നമ്മൾ ഷെയ്ഡ് ഏരിയയിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോട്ടൺ പ്ലാന്റ്സിൻ്റെ ഇല ഗ്രീൻ കളറിലേക്ക് മാറും. വെയിൽ കൊണ്ടാൽ അത് നല്ല കളറായിട്ട് മാറി വരും.